ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഞാനും എൻ്റെ കസിൻസും കൊച്ചിയിൽ ഒരു സ്റ്റേക്കേഷന് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ നമ്മളിതൊരു 1 മന്ത് മുന്നേ പ്ലാൻ ചെയ്ത ട്രിപ്പായിരുന്നു. 1 മന്ത് മുന്നേ ടിക്കറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കൂടെ നമ്മൾ അലാറൊക്കെ വെച്ച് കിടന്നിട്ട് ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ 3:45 ബസ്. ഞാൻ ബസ് മിസ്സായി. എല്ലാവരും സ്റ്റാൻഡിലെത്തി. ഞാൻ ഒരേ വിളിയേന് 35-38 മിസ് കോൾ ഉണ്ടായിന്. പിന്നെ ഇവർക്ക് മനസ്സിലായി കൈമെന്ന് പോയി ഞാൻ ഉറങ്ങിപ്പോയിട്ടുണ്ടെന്നുള്ളതും അലാറം അടിയുന്നത് കേൾക്കുന്നില്ല എന്നുള്ളതും. അങ്ങനെ ഇവരെൻ്റെ ഉമ്മാനെ വിളിച്ച് ഉമ്മ താഴ്ന്ന മുകളിലേക്ക് എൻ്റെ മോളെ പറഞ്ഞ് വിട്ട് മോള് താഴിൽ ഉറങ്ങും ഉമ്മാൻ്റെ കൂടെ. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ പെട്ടെന്ന് എന്തോ ഭാഗ്യത്തിന് ഞാൻ ഡോറ് ലോക്ക് ചെയ്തിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ മോള് വന്ന് തുറന്ന് ഓളെ കുഞ്ഞിൽ കൈക്കൊണ്ട് ഡോറ് തട്ടിയതാണെന്ന് ഞാൻ അറിയലൊന്നും ഉണ്ടാവില്ല. ഭാഗ്യത്തിന് ഡോറ് ലോക്ക് ആവാതുകൊണ്ട് മോള് വന്ന് തുറന്ന് ഉമ്മ വിളിക്കുമ്പോൾ ഞാൻ നെട്ടിയെടുത്തേനെ. എനിക്ക് ഒരു മിനി ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞു. എൻ്റെ ട്രിപ്പ് ടൈം എത്രയായി എന്നൊക്കെ ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്ത് നോക്കുമ്പോൾ ബസ് മിസ്സായിട്ടുണ്ട്. ഇനി ഇപ്പം ഒറ്റൊരു ഓപ്ഷനേ ഉള്ളൂ, കത്തിച്ച് വിടുക റെയിൽവേ സ്റ്റേഷനിലേക്ക്, ട്രെയിൻ മിസ്സാവാണ്ട് നോക്കാന്നുള്ളത്. പിന്നെ ഹസ്ബൻഡിനെ വിളിച്ചെണീപ്പിച്ച് ഞാൻ അങ്ങനെ പെട്ടെന്ന് തന്നെ റെഡിയായി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. അൽഹംദുലില്ലാ ട്രെയിൻ കയറുന്നതിൻ്റെ ഒരു 8-10 മിനിറ്റ് മുന്നെയാണ് ഞാൻ അവിടെ എത്തുന്നത്. കറക്റ്റ് നമ്മൾ ബാഗും കൊണ്ട് നമ്മൾ പ്ലാറ്റ്ഫോം കാര്യങ്ങൾ സെറ്റ് ചെയ്ത് അവിടത്തേക്ക് എത്തുമ്പോഴത്തേക്കും കറക്റ്റ് ടൈം ആയിരുന്നു. നമ്മൾ എത്തി 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തന്നെ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു 2 മിനിറ്റ്സ് ലേറ്റ് ആയെങ്കിൽ തന്നെ എനിക്ക് ട്രെയിൻ മിസ്സാവുമായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെ അൽഹംദുലില്ലാ ട്രെയിൻ കയറി. പിന്നെ നമ്മൾ നേരെ കൊച്ചിയിലെത്തി. അവിടെ നമ്മൾ ഫസ്റ്റ് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച്. അപ്പം നമ്മൾ ശരവണ ഭവൻ എന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായത്. അപ്പം നമ്മൾ 2 ടേബിളിലായിട്ടാണ് ഇരുന്നിട്ടുണ്ടായത്. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവർ നല്ല ഡെസേർട്ട്സൊക്കെ വാങ്ങിക്കഴിക്കുന്നത്. പിന്നെ നമ്മളും കുറച്ചില്ല, നമ്മളും 2 ഡെസേർട്ട്സൊക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റേക്കേഷൻ്റെ സ്ഥലത്തേക്ക് പോയി. 45 മിനിറ്റ് ട്രാവൽ ചെയ്യാനുണ്ട്. ഊബർ ബുക്ക് ചെയ്ത് അങ്ങനെ നമ്മൾ കയാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കുമ്പളങ്ങിയിലാണ് സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അങ്ങോട്ടേക്ക് പോയി. സംഭവം നമ്മളൊരു ഫ്രെയിമും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അടിപൊളി ഫ്രെയിമൊക്കെ ആയിട്ട് നമ്മൾ ബുക്ക് ചെയ്യാൻ നിന്നതാണ്. അപ്പോൾ പൈസ കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ രാത്രി അഡ്വാൻസ് കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്ത് നിന്നിട്ട് ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ അത് ഓൺലൈൻ ബുക്കിങ്ങിൽ ആ ഫ്രെയിം നമുക്ക് മിസ്സായി. അങ്ങനെ നമ്മളൊരു റൂം കണ്ട് ഇഷ്ടമാക്കണം പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് കൊടുത്ത് അങ്ങ് സെറ്റ് ചെയ്യണം എന്നുള്ളത് വലിയൊരു ലെസൺ നമ്മൾ ഈ ഒരു ട്രിപ്പിൽ നിന്ന് നമ്മളെല്ലാവരും പഠിച്ചൊരു പാടാണ്. പിന്നെ നമ്മൾ ആ ഒരു ഫ്രെയിം മിസ്സായിട്ട് പിന്നെ വേറെ കുറേ പ്രോപ്പർട്ടീസൊക്കെ നോക്കിയെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഒരു ആംബിയൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടമായതുകൊണ്ട് നമുക്കിതന്നെ വേണം എന്നുള്ള ഒരു ഇതുള്ളതുകൊണ്ട് ഇവിടെ തന്നെ ഡോർമെറ്ററി ഉണ്ട് അതിന്. അപ്പം ഡോർമെറ്ററിയിൽ നമ്മൾ ബുക്ക് ചെയ്ത് അങ്ങനെ നമ്മൾ ഇവിടത്തേക്ക് വന്ന് ഫ്രെയിമിൽ അതിലെ കസ്റ്റമേഴ്സ് വരണത്ര. അപ്പോൾ ഫ്രെയിം ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിൽ കയറി ജസ്റ്റ് ഒന്ന് കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ പുറത്തിരുന്ന് നല്ല അടിപൊളി ഒരു കായലിൻ്റെ ആ ഒരു ചെറിയ കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉച്ചക്കുള്ള ഒരു വൈബില്ലേ, പഴയ 90s റേഡിയോയിലൊക്കെ കേൾക്കുന്ന ഓൾഡ് മലയാളം സോങ് ഒക്കെ ഇട്ടിങ്ങനെ ഇരിക്കാൻ തോന്നുന്ന ഒരു വൈബേനു. അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് സമയം റിലാക്സ് ചെയ്ത് അവിടുത്തെ ഒരു ആംബിയൻസൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇതാണ് നമ്മൾ ഡോർമെറ്ററി, ഇതാണ് എൻ്റെ ബെഡ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഡോർമെറ്ററിയിൽ താമസിക്കുന്നത്. നല്ല ഉണ്ട്. കുറേ ഗേൾസ് ഒന്നിച്ചൊരു ഡോർമെറ്ററി പറയുമ്പം അടിപൊളിയാണ് കേട്ടോ. നമ്മളതായ കുറേ എൻജോയ്മെൻറ്റ് ഫൺ മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിന്. ഗേൾസ് എന്ന് പറയുമെങ്കിൽ എൻ്റെ കസിൻസ്, എൻ്റെ അനിയത്തിമാരും ആൾക്കാരും. അപ്പം നമ്മൾ ഈ ഒരു ബെഡിന് സെപ്പറേറ്റ് ഇങ്ങനെ ലാമ്പൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. നമ്മൾ ഒരു ഹോസ്റ്റൽ ലൈഫൊന്നും കിട്ടാത്ത ആൾക്കാർക്ക് ഡോർമെറ്ററിക്ക് ഒരു പുതിയ അനുഭവം എന്തായാലും നല്ല രസമുണ്ടായിന്. അങ്ങനെ നമ്മൾ റിലാക്സ് ചെയ്തിരുന്ന് ഓൾറെഡി ലഞ്ചൊക്കെ നമ്മൾ ആദ്യം ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിന്. അപ്പം അതൊക്കെ റെഡിയായി നമ്മൾ ലഞ്ച് കഴിച്ച് ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, ചില്ലി ചിക്കനൊക്കെ അങ്ങനെ നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരത്തെ കാലത്ത് എഴുന്നേറ്റുകൊണ്ട് ചിലർക്ക് ഉറക്കക്ഷീണം ഉണ്ടായിന്. അപ്പോൾ ലഞ്ച് കഴിഞ്ഞിട്ട് ഉറങ്ങേണ്ടവർ ഉറങ്ങി, സ്ക്രോൾ ചെയ്യേണ്ടവർ സ്ക്രോൾ ചെയ്ത്, ഫോട്ടോ ഭ്രാന്തന്മാർ ഫോട്ടോ എടുത്ത് അങ്ങനെ ലഞ്ചിന് ശേഷം എല്ലാവരും അവരവരുടെ മീ ടൈമൊക്കെ എടുത്ത് പിന്നെ ഒരു 4:30 ഈവനിങ് ആണ് നമ്മൾ കയാക്കിങ് ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായത്. അപ്പോൾ ഒരു 4:30 ആയപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കയാക്കിങ്ങിന് റെഡി ആയിട്ട് ഇറങ്ങി. നമ്മളെല്ലാവരും ഫസ്റ്റ് ടൈമാണ് കേട്ടോ കയാക്കിങ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇതിൽ ആമി മാത്രമാണ് ഇതിന് മുന്നേ കയാക്കിങ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡും ഭയങ്കര ഒരു പേടിയും ടെൻഷനും കാര്യങ്ങളിലാണ് ഉണ്ടായിട്ടുണ്ടായത്.
പിന്നെ അവർ നമുക്ക് തിയററ്റിക്കലി ആയിട്ടുള്ള ക്ലാസ്സൊക്കെ എടുത്താണെങ്കിലും കയാക്കിങ് ഇറങ്ങിയപ്പം എൻ്റയർലി ഡിഫറെൻ്റാണ്. നമ്മളത് ചെയ്ത് പഠിക്കുമ്പോഴാണ് ശരിക്കും അത് എങ്ങനെയാണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ വലത്തോട്ടേക്ക് ഇടത്തോട്ടേക്ക് മുന്നോട്ടേക്ക് ബാക്കോട്ടേക്ക് അങ്ങനെയൊക്കെ തുഴയാൻ പഠിച്ച് അങ്ങനെ പിന്നെ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൊണ്ടുപോയിട്ട് ഒരു ബ്രിഡ്ജിൻ്റെ അടിയിൽ ഇടിച്ച് കയറിയിട്ടുണ്ടായിന് കയാക്കിങ്, ഞാനും എൻ്റെ കസിനും. ബാക്കി എല്ലാ ബോട്ടും സ്മൂത്തായിട്ട് പോയിട്ടുണ്ടായിന്, ഞാൻ കൊണ്ടുപോയിട്ട് ഇടിച്ച് കയറി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ മലർന്ന് കടന്ന് ബാക്കോട്ടേക്ക്, അതുകൊണ്ട് തലയൊന്നും അടിയും കൊണ്ടുപോയി ഇടിച്ചിട്ടുണ്ടായില്ല. ഒരു പാലം പോലെ ഉണ്ടായിന്, അതിൻ്റെ ഇടയിലേക്കാണ് കയാക്കിങ് ബോട്ട് ഇടിച്ച് കയറിയിട്ടുണ്ടായി. അതിൻ്റെ അകത്ത് ചെറിയൊരു കണ്ടൽക്കാടുണ്ട്, അതിൻ്റെ അകത്ത് എലികളുണ്ടായിന്. എലികളൊക്കെ പരക്കം പാഞ്ഞ് നമ്മളെ ബോട്ട് വരുന്ന കണ്ടിട്ട് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിന്. ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഭയങ്കര ഫണ്ണാണ്. ആ സമയത്തൊരു ട്രാജഡി പോലെ എന്താ പറയുക, ഭയങ്കര ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിന്. പക്ഷെ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഫണ്ണ്. പക്ഷേ അതിന് ശേഷം നമ്മൾ ബാക്കോട്ടേക്ക് തുഴയാൻ പഠിച്ച്, അതിൻ്റെ അകത്തുനിന്ന് ബ്രിഡ്ജിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പം ബാക്കോട്ടേക്ക് തുഴയാൻ പഠിച്ച് അതെങ്ങനെയും മനസ്സിലാകുന്നുണ്ടായിട്ടില്ല, ഇവർ ഓരോന്ന് പറഞ്ഞു തന്നിട്ടും. പക്ഷെ നമ്മൾ തന്നെ നമ്മളൊരു സ്വയം ബ്രെയിനിൽ ചിന്തിച്ചിട്ട് ബാക്കോട്ടേക്ക് തുഴയാൻ പഠിച്ച്, പിന്നെ മുന്നോട്ടേക്ക് തുഴയാൻ പഠിച്ച്. അങ്ങനെ തിയററ്റിക്കലി പഠിപ്പിച്ചാലും നമ്മൾ അതിലിരുന്ന് തുഴയുമ്പോഴാണ് ശരിക്കും നമ്മൾ എക്സ്പീരിയൻസിൽ പഠിക്കുക. അതൊരു വേറെ തന്നെ ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. മസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കയാക്കിങ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളത് പഠിക്കുമ്പോൾ കിട്ടുന്ന നമുക്കുള്ള ഒരു ഹാപ്പിനെസ്, ആ ഒരു എൻജോയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വേറെ തന്നെയാണ്. പിന്നെ ആ ഒരു ഈവനിങ് വൈബിൽ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ രാവിലത്തെ മോർണിംഗ് സൺറൈസ് അല്ലെങ്കിൽ സൺസെറ്റ്, ഉച്ചക്കൊന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈവനിങ് ആ ഒരു സൺസെറ്റൊക്കെ എത്തിയപ്പോൾ ഞാനിങ്ങനെ ബോട്ടൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് തുഴയാണ്ട് ഇങ്ങനെ വെറുതെ വെച്ച് ആ സൺസെറ്റ് ഇങ്ങനെ ആസ്വദിച്ച്. പിന്നെ ഇരുട്ടാവാൻ തുടങ്ങി. പിന്നെ സ്പീഡിൽ തുഴഞ്ഞിട്ടാണ് ഞാൻ കര കയറ്റിയിട്ടുണ്ടായത് ബോട്ട്. നമ്മൾ പിന്നെ സ്പീഡിൽ തുഴഞ്ഞാലാണ് എത്തുള്ളൂ, നല്ല ദൂരം പോയിട്ടുണ്ടായിന്. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മളെ ഇതിലേക്ക് തന്നെ എത്തി. പിന്നെ നന്നായിട്ട് സ്പീഡിൽ ലാസ്റ്റ് ടൈം നല്ല സ്പീഡിൽ തുഴയേണ്ട വന്നുകൊണ്ട് കൈയൊക്കെ നന്നായിട്ട് വേദനിച്ചിട്ടുണ്ടായിന്. രാത്രി ഇങ്ങനെ കിടന്ന് കരയാൻ തോന്നിപ്പോയി. ഉറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് വേദന പുറത്തേക്ക് വന്നത്. കയാക്കിങ് ചെയ്യുന്ന സമയത്ത് വേദനയൊന്നും അറിയുന്നുണ്ടായിട്ടുണ്ടായില്ല. പിന്നെ കയാക്കിങ് ഒക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ക്ഷീണിച്ച് നമ്മൾ ജ്യൂസും കോഫിയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറച്ച് സമയം അതൊക്കെ റിലാക്സ് ചെയ്ത് കോഫിയൊക്കെ കുടിച്ചിരുന്നു. പിന്നെ നമ്മൾ കണ്ടൽക്കാടിലൊക്കെ ഇറങ്ങിയതുകൊണ്ട് ഡ്രസ്സൊക്കെ ഒന്ന് നനഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ അതൊക്കെ മാറ്റി നമ്മൾ ഡിന്നർ ഡേറ്റിന് വേണ്ടിയിട്ട് റെഡിയായി. അപ്പം നമ്മൾ ഒരു ഡിന്നർ ഡേറ്റ് പോലെ പ്ലാൻ ചെയ്ത് എന്താ പറയുക, ഒരു നൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് വെറുതെ ഒന്ന് വന്ന് ഫുഡ് കഴിച്ചിട്ട് പോകുന്നതിന് പകരം നമുക്കൊരു ഡേറ്റ് പോലെ നമുക്ക് നമ്മളെ തന്നെ ഒരു സെൽഫ് ലവ് ചെയ്യാനുള്ള ഒരു ഇതാക്കിയിട്ട് എല്ലാവരും റെഡിയായി, മേക്കപ്പൊക്കെ ഇട്ട് ഗൗണൊക്കെ ഇട്ട് റെഡിയായിട്ട് നമ്മൾ കസിൻസ് എല്ലാവരും കൂടെ ഡിന്നർ കഴിച്ച് വെറുതെ ഒരു രസം. നമ്മൾ ഗേൾസിന് മാത്രം ഉണ്ടാകുന്ന കുറച്ച് വട്ടകളാണ് ഇതൊക്കെ. അപ്പോൾ ഗേൾസ് ഓൺലി ആയിട്ട് പോകുമ്പോൾ ഇതിനൊക്കെ ഒരു എന്താ പറയുക രസം ഉണ്ടാവുള്ളൂ. നമ്മൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ ഗേൾസ് ഓൺലി ആയിട്ട് പോകുമ്പം വേറെ വേറെ വൈബല്ലേ. അപ്പം ആ ഒരു വൈബൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത്, പിന്നെ പുറത്തിങ്ങനെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. അങ്ങനെ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ച്, പിന്നെ ഡിന്നർ ഓർഡർ ചെയ്തിട്ടുണ്ടായത് കുറച്ച് എന്താ പറയുക ഫ്ലോപ്പായിട്ടുണ്ടായിന്. കുറച്ച് ഫ്ലോപ്പാകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് രാവിലെ ലഞ്ചിന് കിട്ടിയ ചില്ലി ചിക്കൻ എന്ന് പറഞ്ഞാൽ വിത്ത് ഹ്യൂജ് ഗ്രേവി ആയിരുന്നു, നിറയെ ഗ്രേവി ഉണ്ടായിരുന്നു. അപ്പം അത്ര ഗ്രേവി വേണ്ട, അതുകൊണ്ട് നമ്മൾ പറഞ്ഞു രാത്രിക്കത്തെ ചെമ്മീൻ റോസ്റ്റ് നമുക്ക് ഡ്രൈ മതി, റോസ്റ്റായിട്ട് കുറേ ഗ്രേവിയോടെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ റോസ്റ്റ് ഡ്രൈ ആക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ നല്ലോണം ഡ്രൈ ആക്കിയിട്ട് നല്ല ഫ്രൈ ആയിട്ട് കൊണ്ടുതന്നു. അപ്പം നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായത് കറി പോലെ വേണ്ട, എന്നാൽ റോസ്റ്റ് പോലെ വേണമെന്നാണ്. പക്ഷെ ഡ്രൈ എന്നുള്ള വേർഡ് വന്നപ്പം അവർ ഡ്രൈ ആക്കി കൊണ്ടുവന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയി ഫുഡ് കണ്ടപ്പോൾ. പിന്നെ എന്താ പറയുക, ഫുഡിന് അത്യാവശ്യം നല്ല ചാർജ് ഉണ്ട് കേട്ടോ, റിസോർട്ടിലൊക്കെ എടുക്കുന്ന പോലെ തന്നെ ചാർജ് ഉണ്ട്. അപ്പോൾ വെള്ളാപ്പം, പൊറോട്ടും, ക്രാബ് റോസ്റ്റും ചെമ്മീൻ റോസ്റ്റൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായത്. പിന്നെ വെജ് കുറുമ ഉണ്ടായിന്. ഇതൊന്നും പോരാണ്ട് നമ്മൾ വീണ്ടും അവരെ വിളിപ്പിച്ചിട്ട് കുറച്ച് മാഗി കൂടെ ഓർഡർ ചെയ്ത് അങ്ങനെ നമ്മളെ ഡിന്നറൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം നമ്മൾ കുറച്ച് സംസാരിച്ചിരുന്ന് പിന്നെ പാട്ട്, ഡാൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് എൻജോയ് ചെയ്ത്. പിന്നെ എൻ്റെ കസിൻ ആമി അവിടെ വരുമ്പം കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ എടുത്തിട്ടേ വരുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിച്ച് അങ്ങനെ നമ്മളെ നൈറ്റ് ഒരു ബ്യൂട്ടിഫുൾ നൈറ്റ് അവിടെ കഴിഞ്ഞു. പിന്നെ നമുക്ക് നമ്മളെ പ്രൈവസി കിട്ടിയിട്ടുണ്ടായിന്. അപ്പുറത്ത് എ ഫ്രെയിമിലൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവരെ റൂമിൽ തന്നെ ഉണ്ടായിട്ടുണ്ടായിന്, ആരും പുറത്ത് അങ്ങനെ വന്നിട്ടുണ്ടായില്ല. അപ്പം നമ്മളതായ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി പോലെ ഒരു ഫ്രീഡം നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഡോമറ്റിൽ തിരിച്ചു വന്നിട്ട് നമ്മൾ കിടന്നുറങ്ങി. അങ്ങനെ പിന്നെ രാവിലെ ആയി. നേരത്തെ കാലത്ത് എഴുന്നേൽക്കണം എന്ന് വിചാരിച്ചാലും നമ്മളെ ബോഡി പെയിൻ കാരണം എനിക്ക് നേരത്തെ എഴുന്നേൽക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ ഞാനും എൻ്റെ കസിൻ ഇഷാലയാണ് ഏറ്റവും ഫസ്റ്റ് എഴുന്നേറ്റിട്ടുണ്ടായത്. അങ്ങനെ നമ്മൾ പുറത്തേക്ക് പോയി ആ ഒരു മോർണിംഗ് വൈബൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും സൺറൈസൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിന്. നമ്മൾ റിസോർട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു സൺറൈസൊക്കെ ആസ്വദിക്കണം, എന്നാലേ പൈസ മുതലുള്ളൂ.
അങ്ങനെ ഇത് പെട്ടെന്ന് ആ ഒരു പട്ടിക്കുട്ടി വന്നപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു പോയിരുന്നു. കാണാനൊരു നല്ല ക്യൂട്ടായിട്ട് ബൊമ്മ മാതിരിയേ ഉള്ളൂ, അതിനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് വന്നപ്പം ചെറുതായിട്ടൊന്ന് ഞെട്ടിയതാണ് നിങ്ങളിപ്പം കണ്ടത്. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ ആസ്വദിച്ച് ഒന്ന് ചുറ്റിത്തിരിഞ്ഞ് കണ്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ കുറേ സമയം സംസാരിച്ചിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ എൻ്റെ കസിൻസിൻ്റെ ഫോട്ടോസും വീഡിയോസും ഷെയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇടയ്ക്ക് 2-3 മെസ്സേജ് വന്നിട്ടുണ്ടായിന്. കസിൻസൊക്കെ പൊളിയാന്നല്ലേ, ഒരേ വൈബാണല്ലോ, അടിപൊളിയാണല്ലോ, മാഷാ അല്ലാ. ഒരേ വൈബാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ വൈബാണ്. ഒരേ വൈബ് ആവാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൾക്കാർ തന്നെയാണ്. ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഇതുണ്ടാവലുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവലുണ്ട്. ആരും പെർഫെക്റ്റ് അല്ല, എല്ലാവർക്കും അവരുടേതായ പോസിറ്റീവും നെഗറ്റീവ്സും ഉണ്ട്. അത് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്കിടയിലുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാലും അത് അതുപോലെ എന്താ പറയുക, ഓപ്പൺ മൈൻഡായിട്ട് അത് സ്വീകരിക്കാനുള്ള ഒരു മനസ്സും എല്ലാവർക്കും ഉണ്ട്. പിന്നെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ജഡ്ജ്മെൻറ്റിലല്ല. പിന്നെ പറഞ്ഞ കാര്യം അത് നീ ഇങ്ങനെ മാറ്റിയെടുക്കേണ്ടതാണ് ലൈഫിൽ, അതൊരു നെഗറ്റീവാണ് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പൺ മൈൻഡ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളങ്ങനെ ഒരേ വൈബിൽ പോകുന്നു. പിന്നെ ആരും ജഡ്ജ്മെൻറ്റലല്ല എന്നുള്ളത് തന്നെയാണ് മെയിൻ റീസൺ. നമ്മൾ ഒരു മനുഷ്യനെ ആ മനുഷ്യനായിട്ട് അംഗീകരിക്കാനുള്ള ഒരു കപ്പാസിറ്റി എല്ലാവർക്കും ഉണ്ട്. അതാണ് അവിടുത്തെ ഒരു മെയിൻ, നിങ്ങൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്ന സെയിം വൈബ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഹ്യൂമാനിറ്റി മുന്നിൽ വെച്ച് അങ്ങനെ നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ കസിൻസ് എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ജഡ്ജ്മെൻറ്റ്സ് വരുന്നില്ല, ജലസി, കോമ്പറ്റീഷൻ കാര്യങ്ങളിലൊന്നും അവിടെ ഒരു സ്പേസ് ഇല്ല, മാഷാ അല്ലാ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പോകുന്നു, മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അതുകൊണ്ട് തന്നെ നമ്മളൊരു നല്ലൊരു 2 day ട്രിപ്പ് ഉണ്ടായി, അതിൽ നല്ല മെമ്മറീസ് ഉണ്ടായി. എന്നും ഓർത്ത് വെക്കാനായിട്ടുള്ള കുറേ നല്ല ഫൺ മൊമെൻറ്റ്സും നല്ല എൻജോയ്മെൻ്റ് ആയിട്ടുള്ള നല്ല മെമ്മറീസ് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്ത്. പിന്നെ നമ്മൾ ലൈഫിലെ എന്തിലെ കാര്യങ്ങളിലായാലും നമ്മളിങ്ങനെ ഉപദേശങ്ങൾ കാര്യങ്ങൾ നൽകാനായാലും നമ്മൾ കസിൻസ് എല്ലാവരും, പിന്നെ ഇനി അത് ബ്യൂട്ടി ആയാലും ഹെൽത്ത് ആയാലും ബോഡിയിലുള്ള കാര്യങ്ങളായാലും എന്തായാലും അങ്ങനത്തെ കുറേ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താനുള്ള ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കുറേ ടിപ്സും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഷെയർ ചെയ്യും നമ്മൾ ഒന്നിച്ച് കഴിഞ്ഞാൽ. അതൊക്കെ തന്നെയാണ് എൻ്റെ കസിൻസിന് എനിക്ക് മാഷാ അല്ലാ കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അങ്ങനെ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. ഇനി അങ്ങനെ തന്നെ പോവട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു, ആമീൻ. അപ്പോൾ അങ്ങനെ നമ്മൾ 2 ദിവസം നല്ലൊരു മെമ്മറബിളായിട്ടുള്ള 2 ദിവസങ്ങൾ നമ്മൾ എൻജോയ് ചെയ്ത് നാട്ടിലേക്ക് കുറേ മെമ്മറീസുമായിട്ട് തിരിച്ചു പോയി. അത്രേ ഉള്ളൂ, ഒരു കുഞ്ഞു സ്റ്റേക്കേഷൻ. അപ്പം ഇതിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ, ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ തന്നെ എൻ്റെ ഒരു കുഞ്ഞു മിനി വ്ളോഗ്. അപ്പം പുതിയ വ്ളോഗായിട്ട് ഇൻഷാ അല്ലാ ഉടനെ തന്നെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.